പേര് ഷിഹാബ്. ഞാൻ പാലക്കാട് ജില്ലയില് പട്ടാമ്പിക്കടുത്ത് കൈപ്പുറത്താണ് എൻ്റെ വീട്. കുറേ കാലം ഞാൻ ജോലിയിൽ എംപ്ലോയി ആയിട്ട് ഒരു കമ്പനിയിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഒരു 3 തൊട്ട് 4 വർഷത്തോളമായിട്ട് ഞാൻ ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ആഹ്, നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഈ സക്സസ്സിന് ആധാരമെന്ന് പലപ്പോഴും എൻ്റെ ചിന്തകളെ, ആലോചനകളൊക്കെ പലപ്പോഴും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് കുറച്ചും കൂടിയും എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് എൻ്റെ തോട്ടുമായിട്ട് അല്ലെങ്കിൽ എന്നെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയത് ഈ നമ്മുടെ ചിന്തകൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ആലോചനകൾ തന്നെയാണ് നമ്മുടെ വിജയത്തിന് ആധാരമെന്ന് കണ്ടെത്താൻ എനിക്ക് പറ്റി. ആ ട്രെയിനിങ്ങിൽ വെച്ചാണ് ഞാൻ അത്തീത മാമിനെ പരിചയപ്പെടുന്നത്. എൻ്റെ ലൈഫ് ആ ട്രെയിനിങ്ങിന് മുമ്പും ശേഷവും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. സത്യത്തിൽ എൻ്റെ ഉള്ളിലൂടെ പോകുന്ന കുറെ ചിന്തകളെയും എനിക്ക് ഒരു ക്ലാരിറ്റിയും എങ്ങോട്ട് പോകണമെന്നും നമ്മുടെ ഫോക്കസ് എന്താണെന്നും നമ്മളെ മനസ്സിലാക്കി തരാൻ, അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാൻ അത്തീത മാമിന്റെ ഒരു അസിസ്റ്റൻസ്, ഒരു ഗൈഡൻസ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ബിസിനസ്സിലോട്ട് ഇറങ്ങിയപ്പോ എൻ്റെ ഒരുപാട് ധാരണകളെ എനിക്ക് തിരുത്തി എഴുതേണ്ടി വന്നു. ഞാനൊരു എംപ്ലോയി ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും എംപ്ലോയിയേക്കാൾ എളുപ്പമുള്ള ഏർപ്പാട് നമുക്ക് ഈ ബിസിനസ് ആണെന്ന് പലപ്പോഴും ഞാൻ ധരിച്ചു വെച്ചിരുന്നു. പക്ഷേ ബിസിനസ്സിലോട്ട് ഇറങ്ങിയപ്പോഴാണ് അതിന്റെ റിയൽ പെയിൻ. സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ഒരു വേൾഡ് എന്നും, മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എത്തിച്ചേരാൻ നമുക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്ന ഒരു റിയാലിറ്റിയിലോട്ട് ഞാൻ എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ്, ഒരു പക്ഷെ നിലവിൽ നമ്മുടെ ബിസിനസ് പേഴ്സൺസ് അഭിമുഖീകരിക്കുന്ന ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ്, ഒത്തിരി ഒത്തിരി പെയിൻസ് നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. എനിക്ക് ഒരുപാട് പെയിൻസ് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മളെല്ലാവരും അൾട്ടിമേറ്റ്ലി ക്യാഷ് ഉണ്ടാകണം എന്നാണല്ലോ. നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഈ ജോലിയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ക്യാഷിലോട്ട് എത്താനുള്ള വഴികളിൽ ഞാൻ ഒരുപാട് മാർഗങ്ങൾ ഇമ്മീഡിയറ്റ്ലി ജമ്പ് ചെയ്ത് സ്വീകരിക്കുകയുണ്ടായി. നമ്മൾ ഒരു തരത്തിൽ നമുക്കൊരു മങ്കി മെത്തേഡ് നമുക്ക് പറയാൻ പറ്റും. ഒരു ഒരു ബിസിനസ്സിൽ നിന്ന് അതിന്റെ A to Z അറിയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ബിസിനസ്സിലോട്ട് ചാടി, അവിടുന്ന് മറ്റൊരു ബിസിനസ്സിലോട്ട് ചാടി, ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പലപ്പോഴും ഇതിലോട്ട് എന്നെ എത്തിച്ചത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരുപാട് പ്രോജക്ട്സുകളാണ്. ഒരു എംപ്ലോയിയിൽ നിന്ന് ഒരു എംപ്ലോയറിലോട്ടുള്ള എന്റെ യാത്ര ഒരു തരത്തിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഞാനൊരു എംപ്ലോയി ആയിരിക്കുന്ന സമയത്ത് ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഒരുപക്ഷെ ബിസിനസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഈ ബിസിനസിന്റെ സൈക്കിളിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പെയിൻ, ഒരുപാട് സ്ട്രഗിള്, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. സത്യത്തിൽ ഞാൻ എന്ന ബിസിനസ്മാൻ ഒരു മങ്കി മെത്തേഡിലായിരുന്നു പോയിരുന്നത്. ഞാൻ ഒരുപാട് പ്രോജക്റ്റുകൾ എന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടും. നമ്മളോട്ടുള്ള ഒരുപാട് കണക്ഷൻസിലും ട്രെയിനിങ്ങിലും ബാക്കിയുള്ള ഒരുപാട് ഈവന്റ്സിലൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ നമുക്കിങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ അവർ ഒരുപാട് ആശയങ്ങൾ, പ്രൊജക്ട്സുകളൊക്കെ വെക്കും. പക്ഷെ ഇതെല്ലാം ഭയങ്കര ഗ്ലിറ്ററിങ് ആയിരുന്നു. ഗ്ലിറ്ററിങ് ഇൻ ദ സെൻസ് അതിന്റെ പ്രോഫിറ്റ് ഭയങ്കര ഹൈ പ്രോഫിറ്റ്. സ്വാഭാവികമായിട്ടും ഒരു കാശ് ഉണ്ടാക്കുക എന്നുള്ള, നമുക്ക് സക്സസ് ആവുക എന്ന ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇത്രയും പ്രോജക്റ്റിലോട്ടൊക്കെ പലപ്പോഴും ആകർഷിക്കപ്പെടും. അങ്ങനെ ഓരോ പ്രോജക്റ്റിൽ നിന്ന് മറ്റൊരു പ്രോജക്റ്റിലോട്ട് ഇങ്ങനെ ചാടി ചാടി ഒന്നും എവിടെയും എത്താത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരു ഒരു തുടക്കക്കാരെന്ന നിലയിൽ പലരും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു മങ്കി മെത്തേഡിനെ അറുതി വരുത്താൻ, ഈ മങ്കി മെത്തേഡിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ, എന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ, എന്റെ സെലക്ഷനിൽ ഒക്കെ എനിക്കൊരു ഒരു ഒരു ബെറ്റർ ക്ലാരിറ്റി തരാൻ അത്തീത മിസ്സിന്റെ ഈ ഒരു ഗൈഡൻസ് എന്നെ ഒത്തിരി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ബിസിനസ് യാത്രയില് പലപ്പോഴായിട്ട് പല തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരുപാട് ചിലപ്പോൾ നമ്മുടെ ചില ഇൻവെസ്റ്റ്മെന്റുകൾ സക്സസ് ആവാതെ വരുമ്പോൾ, ചില നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോജക്ട്സിലോട്ട് ക്യാഷ് ഇട്ടിട്ട് അതിനൊരു റിട്ടേൺ വരാതെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വരും. മെന്റലി നമ്മൾ ഡൗൺ ആവും. മാത്രമല്ല നമ്മുടെ ക്യാഷ് ഫ്ലോനൊക്കെ ബാധിക്കും. അങ്ങനെ പലതരത്തിലെ ബ്ലോക്കുകൾ എന്റെ ബിസിനസ് ലൈഫിൽ നമുക്ക് ഒരുപക്ഷെ എനിക്കൊരു ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ സംഭവിച്ചിരുന്നത്, ഈ ബ്ലോക്കുകൾ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഒരു ദിവസത്തിന്റെ മേജർ പോർഷൻ, നമ്മൾ ആലോചിക്കുന്നതിന്റെ മേജർ പോർഷൻ ഒക്കെ ഈ ബ്ലോക്കിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കും. എന്നെ കേൾക്കുന്ന പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഈ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാവാം.
പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബ്ലോക്കിൽ നമ്മൾ നമ്മുടെ ചിന്തകളെ മൊത്തം കുരുക്കിയിട്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് നമ്മൾ അതിന്റെ സൊല്യൂഷൻസിലോട്ടോ അല്ലെങ്കിൽ അതിന്റെ ആ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്നതിലോട്ടോ നമ്മുടെ ചിന്തകൾ പോകാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ഒരുപാട് കാലം ഉണ്ടായിട്ടുണ്ട്. ഈ അതീത മിസ് ഒരുപക്ഷെ എന്നെ ഗൈഡ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്, എനിക്ക് ഏറ്റവും എന്നെ ഷേപ്പ് ചെയ്യാൻ ആ, ഒരുപാട് സഹായിച്ചിട്ടുള്ളത് ഈ ബ്ലോക്കിൽ നിന്ന് എന്നെ റിലീവ് ചെയ്യുക എന്നതാണ്. അതായത് ഈ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കേണ്ടവരല്ല നാം എന്നും നമ്മളൊരു ബിസിനസ് മാൻ ആണെന്നും ആ ഒരു ബോധ്യത്തിലോട്ട് ആ ബോധത്തിലോട്ട് നമ്മളെ കൊണ്ടുവന്ന് ഈ ബ്ലോക്കിനപ്പുറത്തേക്ക് ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ലോകം നമ്മുടെ മുമ്പിലുണ്ടെന്നും ആ ലോകത്തിലേക്കാണ് അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻസിലേക്കും അതിന്റെ പ്രോബ്ലം ട്രിഗർ ചെയ്ത് അതിന്റെ എൻഡ് റിസൾട്ടിലോട്ട് എത്തുന്നതിലോട്ടാണ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആക്ഷൻസിനെയും നമ്മുടെ തോട്ടിനെയും ബാക്കിയുള്ള നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയും ഡൈവേർട്ട് ചെയ്യേണ്ടി എന്ന വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റിയാലിറ്റിയിലോട്ട് ഈ മെന്ററിങ് കൊണ്ടു ചെന്നെത്തിക്കാൻ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. ഈ ബിസിനസ് ജേർണി പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും മനോഹരം നമ്മുടെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടാവണം. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൂടെ പാർട്ട്നേഴ്സ് ഉണ്ടാവുന്നതാണ് പലപ്പോഴും ഒരു ബിസിനസ്സിന് ഗുണം ചെയ്യാന്നാണ് ഞാൻ പലപ്പോഴും പഠിച്ചിട്ടുള്ളത്. എനിക്ക് അനുഭവം അത് തന്നെയാണ്. പക്ഷെ ഇതിലൊരു വിഷയം എവിടെ വരുന്നത് വെച്ചാൽ ആരായിരിക്കണം നമ്മുടെ പാർട്ട്ണർ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നവരോട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ തരുന്നവരാണോ നമ്മൾ പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരാണോ നമ്മൾ പാർട്ട്ണർ, നമ്മുടെ സുഹൃത്തുക്കളാണോ നമ്മുടെ ഫ്രണ്ട്സ് ആണോ ആരാണെന്നുള്ളതാണ്. ഇവർ ഏത് ഡെസ്റ്റിനേഷനിൽ നിൽക്കുന്നത് എന്നതല്ല നമുക്ക് അവരുടെ സെലക്ഷൻ ക്രിറ്റേരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ എനിക്കൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ആശയങ്ങൾ തരുന്നവരെ ആ ആശയങ്ങൾ അറിയുമല്ലോ എന്ന് വിചാരിച്ച് അവരെ നമ്മുടെ കൂടെ കൂട്ടി നമ്മുടെ ബിസിനസ് യാത്ര ചെയ്യും. പക്ഷേ എന്റെ ബിസിനസ് യാത്രയിൽ പലപ്പോഴും അതൊക്കെ ടോപ്പായിരുന്നു, അതൊന്നും സക്സസ് ആയിരുന്നില്ല. അവിടെയാണ് നമ്മുടെ ഈ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റിയൽ വാണ്ട് ആൻഡ് റിയൽ നീഡ് എന്താണെന്നുള്ള ഒരു ക്രിറ്റേരിയ അപ്ലൈ ചെയ്യണമെന്നും അത് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് നമ്മൾ നിർവഹിക്കേണ്ടതെന്നും ഈ മെന്ററിംഗിൽ എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയത്. ആരെയും നമുക്ക് ഒരുപാട് ഇപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വലിയ വലിയ ഐഡിയാസ് തരുന്നവർക്ക് ഒരുപാട് വിവരമുണ്ട്, അവർക്ക് ഒരുപാട് നോളജ് ഉണ്ടെന്ന് കരുതി ഒരുപക്ഷെ അവർക്ക് നോളജ് ഉണ്ടായിരിക്കാം, പക്ഷേ ആസ് എ പാർട്ട്ണർ ദേ വിൽ നോട്ട് ബി സക്സസ്ഫുൾ. സോ ഒരു പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണമെന്നും നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ റിയൽ ബിസിനസ്സിൽ റിയൽ ആക്ടിവിറ്റിയിലോട്ട് പോകുമ്പോൾ ആ പാർട്ട്ണർ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഗുണം ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ അവർ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ സപ്പോർട്ടീവ് ആകുന്ന പാർട്ട്നേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, ഒരുപക്ഷെ ഒരു ബിസിനസിന്റെ സക്സസിന് വളരെ നിദാനമായിട്ടുള്ള നമ്മുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ, അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ നടത്തണമെന്ന് അബീത മാമിന്റെ ഈ മെന്ററിങ് ഒരുപാട് എനിക്ക് ഗുണം ചെയ്തു. നിലവിൽ ഒരു 3 രാജ്യങ്ങളിലായിട്ട് എന്റെ ബിസിനസ് വിത്ത് പാർട്ട്നേഴ്സ് ഡെഫിനറ്റ്ലി നടക്കുന്നുണ്ട്. അതൊന്ന് UAE-യിലാണ്, രണ്ടാമത്തെ ഒമാനിലാണ്, മറ്റൊന്ന് നാട്ടിലുമാണ്. പിന്നെ ഒന്ന് ചെറിയ തോതിൽ നമ്മൾ ആഫ്രിക്കയിലും ചെറിയ ട്രേഡിംഗ് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കൊരു 2 ഫേസ് ഉണ്ട്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നതിന് മുമ്പുള്ള ഞാനും അതിന് ശേഷമുള്ള ഞാനും. ഇതിനുശേഷം സത്യത്തിൽ ഒരു എനർജി ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് എന്റെ ലൈഫിൽ ഉണ്ടായത്. നമ്മുടെ മുമ്പിൽ അതുവരെ നമ്മൾ ധരിച്ചു വെച്ചിരുന്ന കുറെ കാര്യങ്ങൾ, നമ്മുടെ മൈൻഡിലുള്ള നമ്മുടെ തോട്ടിലുള്ള നമുക്ക് അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്കൊന്നും അറിയില്ല എന്നൊരു സ്റ്റേജിൽ നിന്ന് നമുക്ക് സ്ലൈറ്റ്ലി അതിന്റെ ഒരു ഇൻസൈറ്റിലോട്ട്, ഒരു ക്ലാരിറ്റിയിലോട്ട്, ഒരു ഫോക്കസിലോട്ടുള്ള നടന്നെടുക്കലാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അതിൽ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ സ്കില്ല് എവിടെയാണെന്നും ഞാൻ ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്നും ഏത് ബിസിനസ്സിലാണ് എന്റെ സ്കില്ല് സപ്പോർട്ട് ചെയ്യുന്ന ഏത് ബിസിനസ്സിലാണ് ഞാൻ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റിയാണ് ഒരുപക്ഷെ ഏതൊരു ബിസിനസ്മാനും വേണ്ടതും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടെന്ന ഡെസ്റ്റിനേഷൻ അറിയുമ്പോഴാണല്ലോ നമ്മുടെ ഡ്രൈവിംഗ് പ്രോപ്പറായിട്ട് നമ്മൾ എത്തിച്ചേരുക. ആ തരത്തിൽ ഈ എനർജി ഷിഫ്റ്റോട് കൂടി ഞാൻ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിലോട്ട്, ഒരുപാട് മൾട്ടിപ്പിൾ ചെറിയ ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ പോലും എന്റെ മെയിൻ ഫോക്കസ് ഞാൻ ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ സെക്ടറിലാണ് എന്ന ഒരു വളരെ ആത്യന്തികമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയിലോട്ട് ഞാൻ എത്തിച്ചേരും.